9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് ഒത്തിരി പരിചയമുള്ള ഒരു സംഭവമാണ്. കാരണം യേശു 5 അപ്പം കൊണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം. ഇത് എല്ലാവർക്കും അറിയാം. സൺഡേ സ്കൂൾ തൊട്ട് മേളിലോട്ട് പഠിച്ചവർക്കെല്ലാം അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ പിന്നെ വായിക്കുന്നത് നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള വേദഭാഗമാണ്. എൻ്റെ ഒരു പ്രായത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട കേരള ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ശവസംസ്കാരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവസംസ്കാരം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ തിരുവല്ലയിൽ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടുവരുമ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പത്രത്തിലൂടെ ടി വിയിലൂടെ ഒക്കെ പറഞ്ഞ് 10 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ ഇപ്പോൾ 9:30 അവിടെ ചെന്ന് നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടുവരുന്ന വഴിക്കുള്ള തിരക്കും ആൾക്കൂട്ടും. ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി, കേരളത്തിലെ ഒരു കമ്മ്യൂണിറ്റി മൊത്തം സാറിനോടൊപ്പം അല്ലെ സാറിൻ്റെ ആ ഒരു നിര്യാണ യാത്രയോടൊപ്പം ഇങ്ങനെ പങ്കുചേരുന്ന ഒരു കാഴ്ച നമ്മളാണ്. 9:30 അവിടെ നിന്ന് പിന്നെ അതിന് കുറേ കൂടെ താമസിക്കും. ഏതായാലും തിരുവല്ലയിൽ വന്നപ്പോൾ 3:30 വെളുപ്പിനെ 3:30. ഞാനപ്പം സാറിനെ കാണാൻ വേണ്ടി ഇവിടെ ചെന്നു. ഈ നമ്മൾ പറയത്തില്ലേ, ഈ മുട്ടുസൂചി കുത്താൻ ഇടമില്ലാതുള്ള ആളുകളാണ് മൊത്തം എത്ര തിരുമേനി നമ്മുടെ അച്ഛന്മാരെല്ലാം റീത്ത് വെച്ചാൽ അവിടെ നിന്നിട്ട് തിരുമേനിക്കൊന്ന് ആ വണ്ടിയൊക്കെ ഒരു റീത്ത് വെക്കാൻ പോലും സാധിക്കാത്ത തിരക്ക്. അതുപോലെയാണ് കേരളം സാറിന് യാത്ര അയച്ചത്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞു. പുതുപ്പള്ളിയിൽ കൊണ്ടുപോയി അടക്കമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊരു വാക്ക്, ഒരു പ്രത്യേക പദപ്രയോഗം കേരളത്തിൽ മൊത്തം പറയുന്നത് പുതുപ്പള്ളിയുടെ പുണ്യവാളൻ. നിങ്ങൾ കേട്ടതാണ്. പിന്നെ ചിലർ പറഞ്ഞു പുതുപ്പള്ളിയുടെ പുണ്യവാളൻ മാത്രം അദ്ദേഹം കേരളത്തിലെ തന്നെ പുണ്യവാളനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ ചർച്ചകളുണ്ട്. അങ്ങനെ പറയുന്നത് നല്ലതാണോ, അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞ കുറേ ചർച്ച. അങ്ങനെയാണല്ലോ കേരളത്തിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മലയാള മനോരമയിൽ നിങ്ങൾ വായിക്കുന്നതാണ് മലയാളത്തിൻ്റെ പ്രസിദ്ധനായ സാഹിത്യകാരൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് സഹലിത, അദ്ദേഹത്തിൻ്റെ പെൺഡ്രൈവ് എന്ന് പറയുന്ന ഒരു കോളത്തിൽ അദ്ദേഹം എഴുതി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പുതുപ്പള്ളിയുടെ പുണ്യവാളൻ എന്ന് പറയുന്നതിൽ അങ്ങനെ എഴുതുന്നതിലൊന്നും എനിക്ക് വിഷമം ഇല്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നത് ജീവിതം മുഴുവൻ മറ്റു മനുഷ്യരിലേക്ക് ആവോളം ഇൻവെസ്റ്റ് ചെയ്ത, തൻ്റെ ജീവിതം തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവരിലേക്ക് മാത്രം തൻ്റെ ജീവിതത്തെ നിക്ഷേപിച്ച, ഇൻവെസ്റ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ പേരാണ് ഉമ്മൻചാണ്ടി സാർ. അതുകൊണ്ട് അദ്ദേഹത്തെ പുതുപ്പള്ളിയുടെ പുണ്യവാളൻ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് എഴുതി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുതുപ്പള്ളിയുടെ പുണ്യവാളൻ എന്ന് വിളിക്കുന്നത് തെറ്റ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹം തൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയുന്നത്. ഒരു കൺവെൻഷൻ, സെഹിയോൻ മാർത്തോമ ഇടവകയിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറയും. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാകുക എന്നുള്ളതല്ല, പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിക്കുന്നു. ക്രിസ്തു അതാണല്ലോ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയല്ല, പിന്നെ എൻ്റെ ജീവിതം അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മാത്രം ജീവിച്ച് തീർക്കുക എന്നുള്ളതും ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ പ്രിൻസിപ്പിളാണ് എന്ന് പറയുന്നത് തെറ്റില്ല. അതുകൊണ്ട് ടു ഇൻവെസ്റ്റ് അവർ ലൈഫ് അതേഴ്സ്, എൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭാഗത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധയിരുത്തി വീട്ടിൽ പോയി വായിച്ചാൽ അപ്പോസ്തലന്മാർ മടങ്ങി വന്നു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോസ്തലന്മാർ മടങ്ങി വന്നു. എവിടെ പോയിട്ടാണ് മടങ്ങി വന്നത്? ടൂർ പോയിട്ടാണ്. നിങ്ങൾ അതിനകത്ത് ബൈബിളോട് നോക്കി അവരെവിടെ പോയിട്ട് മടങ്ങി വന്നതാണ് പറയുന്നത്. പ്രതീക്ഷിച്ച എന്നോട് പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടവക്കാരോട് ചോദിച്ചാൽ മതി, അവർക്ക് എല്ലാം അറിയാമെന്നുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പോസ്തലന്മാർ മടങ്ങി വന്നു എന്നായി വേദഭാഗം തുടങ്ങുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറേക്കാർക്കും പറയണ്ട, നിങ്ങൾ നല്ല മിടുക്കരാണെന്ന് ഞാൻ ആദ്യം തെളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പറയാം. ഈ അപ്പോസ്തലന്മാർ മടങ്ങി വന്നെന്ന് പറഞ്ഞാൽ അവർ എവിടെ പോയിട്ട് വികാരി പോയിട്ട് വന്നതാണ് പറയുന്നത്. പിന്നെ എവിടെ? ശുശ്രൂഷയ്ക്ക് പോയിട്ട് മടങ്ങി അല്ലേ? യേശു അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ട് അവരെല്ലാം യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തോ ആഗ്രഹിക്കും. യേശുവിനോട് വന്ന് തങ്ങൾ ചെയ്ത കാര്യമൊക്കെ പറയുമ്പോൾ യേശു അവരോട് പറയും എല്ലാം കൊള്ളാം, നല്ലതായിരിക്കുന്നു, വീണ്ടും നല്ലതായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമെന്നാണ് ആര് വിചാരിച്ചത്? ശിഷ്യന്മാർ വിചാരിച്ചത്. അപ്പൊ അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ആഗ്രഹം തങ്ങൾ ചെയ്തതൊക്കെ യേശുവിനോട് പറയുമ്പോൾ യേശു അവരോട് പറയും നല്ലതായിരിക്കുന്നു.
എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ച്. പക്ഷേ യേശു അവരോട് പറയുന്നു, നമുക്ക് വീണ്ടും ഒരു യാത്ര പോകാം. അതെങ്ങോട്ടാ? ബെത്സൈദ. അതായത് മടങ്ങി വരുന്ന ശിഷ്യന്മാരെ കൊണ്ട് വീണ്ടും യേശു മറ്റൊരു യാത്ര പോകുന്നു. ആ സ്ഥലത്തിന്റെ പേര് ബെത്സൈദ. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിലെ കൺവെൻഷൻ യോഗത്തിൽ യേശുവിനോടൊപ്പം നമ്മൾ എവിടെ വരെ പോകാൻ പോവാം? ബെത്സൈദ വരെ പോകാൻ പോകും. വണ്ടി വിളിച്ചു പോകണ്ട. ഇവിടെ ഇരുന്ന് പ്രസംഗത്തിലൂടെ നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ബെത്സൈദയിലേക്ക് പോവുകയാണ്. യേശു എന്തിനാണ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഒരു യാത്രയ്ക്ക് പോയി ബെത്സൈദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്? എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കുറെ കൂടെ നല്ല മനുഷ്യരാകാൻ. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല മനുഷ്യരാകാൻ, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന കുറെ നല്ല മനുഷ്യരാകാൻ നമുക്ക് എങ്ങോട്ട് പോകണം? ബെത്സൈദയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ ഈ കൺവെൻഷനിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എങ്ങോട്ട് പോകണം? ബെത്സൈദയിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ബെത്സൈദയിലേക്ക് യേശു ശിഷ്യന്മാരെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച, ഈ വന്നവരെ ഈ യേശു എവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴും ആൾക്കാരെല്ലാം കൂടെ യേശുവിനെ കാണാനും പ്രസംഗം കേൾക്കാനും അടുത്തു വരും. അപ്പൊ ശിഷ്യന്മാർ നോക്കിയപ്പോൾ യേശു ഈ വന്നവരെ മുഴുവൻ മാറ്റി നിർത്താതെ എല്ലാവരെയും കൈക്കൊണ്ടുവന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടു അക്കോമഡേറ്റ്, അല്ലെ? ചേർത്ത് നിർത്തുക, അല്ലെ? കൂടപ്പുറപ്പാകുക, കൂട്ടായ്മക്കാരനാവുക, കൂട്ടുകാരനാകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, അല്ലെ? യേശു എല്ലാവരെയും കൂട്ടിയിരുത്തി അല്ലെങ്കിൽ ചേർത്ത് നിർത്തി എന്ന് നമ്മൾ കാണും. യേശു ആരെയും തള്ളിക്കളയാതെ, ആരെയും മാറ്റി നിർത്താതെ, ആരെയും അങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറയാതെ തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി എന്ന് നമ്മൾ വായിക്കും. അങ്ങനെ ചേർത്ത് നിർത്തിയപ്പോൾ തന്നെ പീറ്ററിന് ഭയങ്കര സങ്കടം, പത്രോസിന് ഭയങ്കര സങ്കടം. കാരണം എന്താണ്? പത്രോസ് എവിടെയൊക്കെയോ ഈ ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ട ഒരു ശിഷ്യന്റെ പേരാണെന്ന് പീറ്റർ. മറുരൂപ മലയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. മറുരൂപ മലയുടെ മണ്ടയ്ക്ക് ഭയങ്കര രസമാണ്, അല്ലെ? അവിടെ യേശു ഇങ്ങനെ രൂപാന്തരപ്പെടുകയാണ്. യേശുവിന്റെ കൂടെ ആരൊക്കെയുണ്ട്? 3 ശിഷ്യന്മാരുണ്ട്. ആരൊക്കെയാ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അല്ലെ? ജെയിംസ്, പീറ്റർ, ജോൺ, ഇവര് 3. അപ്പൊ പീറ്റർ നോക്കിയപ്പോ യേശുവിന്റെ ശരീരം ഇങ്ങനെ വെളുക്കുകയും അതിനകത്ത് പറഞ്ഞ എങ്ങനെയാണ്? ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം വെണ്മയായി മാറിയെന്ന് പറയും. അപ്പോഴാണ് പീറ്റർ പറഞ്ഞ, കർത്താവേ, നല്ല രസമാണ്, നിന്നെ ഇങ്ങനെ ഞങ്ങൾ വെളുത്ത് കണ്ടിട്ടില്ല. കാരണം നീ ഇങ്ങനെ ഞങ്ങളോടൊപ്പം നടക്കുമ്പോഴൊക്കെ കറുത്ത് കരുവാളിച്ച് വല്ലാതെ ക്ഷീണിച്ച് മെല്ലിച്ചു പോയാൽ നീ എങ്ങനെ ഇങ്ങനെ വെളുക്കുന്നത്? ഭയങ്കര വെളുപ്പാണ്. അപ്പോഴാണ് പീറ്റർ പറഞ്ഞത്, 3 കുടിലുണ്ടാക്കാൻ നമുക്ക് ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവര് യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വയ്യാത്ത കുഞ്ഞിന്റെ അപ്പൻ വന്ന യേശുവിനോട് ഒരു പരിഭവം, ഒരു പരാതി, ഒരു കംപ്ലൈന്റ് പറയുന്നത്. എന്താണ് കംപ്ലൈന്റ്? കർത്താവേ, എന്റെ വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി, പക്ഷെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അപ്പോ ചേർത്ത് നിർത്താൻ പരാജയപ്പെട്ട പീറ്റർ, അല്ലേ? യേശുവിനെ പിടിക്കാൻ വരുന്ന സംഘത്തിന്റെ ഒരു അനക്കം കേട്ടപ്പോഴേ, അല്ലെങ്കിൽ അവർ യേശുവിന്റെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോഴേ തന്റെ ഗുരുവിനെ, തന്റെ റബായിയെ സംരക്ഷിക്കാൻ പീറ്റർ എന്തോ ചെയ്തു? അന്ന് വരെ ആരും കാണാതെ സുവിശേഷ പ്രവർത്തകരാണ്, അല്ലെ? പ്രസംഗകരാണ്, വൈദികനാണ്, പുരോഹിതനാണ്, എല്ലാം ശരിയാണ്. യേശുവിനോടൊപ്പം 3.5 വർഷം നടന്നവനാണ്. പക്ഷെ അവൻ ആരും കാണാതെ അവന്റെ അരക്കെട്ടിൽ സൂക്ഷിച്ച പിച്ചാത്തി വലിച്ചൂരി. അപ്പൊ നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? പിച്ചാത്തി ഒഴുകിക്കൊണ്ട് ഇവിടെ കാണും, അല്ലേ? ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ അറിയാത്തൊരു പ്രശ്നമാണ്. നമ്മൾ അറിയാത്ത ബൈബിൾ കൂടുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ 3.5 വർഷം അവനോടൊപ്പം നടന്നവന്റെ പള്ളയ്ക്ക് എന്തുണ്ടായിരുന്നു? പിച്ചാത്തി ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു കൊട്ടേഷൻ വെക്കാൻ ആർക്ക് പറ്റും? പീറ്ററിന് പറ്റും. പീറ്റർ മരിച്ചു പോയി, അറുത്തു. യേശു പറയുന്നുണ്ട്, വാൾ ഉറയിലിടുക. നമ്മുടെ വഴി ഇതല്ലേ, നമ്മുടെ വഴി ഇതല്ല, നമ്മുടെ മാർഗം ഇതല്ല. നമ്മൾ മുമ്പോട്ട് ചലിക്കുന്നത് ഇങ്ങനെയല്ല ആവേണ്ടത്. നീ ഇനിയും, എനിക്ക് തോന്നുന്നത് അവനോട് വാൾ ഉറയിലിടണമെന്ന് പറഞ്ഞു കാണത്തില്ല, വലിച്ചെറിയാനാണ്. നിന്റെ കയ്യിൽ ഇത് ഉണ്ടാവരുത്. ഇത് സ്നേഹത്തിന്റെ വഴിയാണെങ്കിൽ, ഇത് കരുണയുടെ വഴിയാണെങ്കിൽ, ഇത് അനുകമ്പയുടെ വഴിയാണെങ്കിൽ, ഇത് ദൈവരാജ്യത്തിന്റെ വഴിയാണെങ്കിൽ, ഇത് സുവിശേഷ
ഉണ്ടാവരുത്, അത് രക്തം ജ്വലിക്കുന്ന കത്തി നിന്റെ പള്ളക്ക് ഉണ്ടാവരുത്. അപ്പോ കൂട്ടിയിരുത്താനും കൂടപ്പുറപ്പാകാനും കൂട്ടുകാരനാവാനും പരാജയപ്പെട്ട ശിഷ്യനെ വിളിച്ചിറക്കിക്കൊണ്ട് ബേത്സയിലേക്ക് ചെന്ന് യേശു നെടുപടയാലും നിന്ന് അവരെ കാണിക്കുന്നു. നമ്മൾ ആരായി മാറണം? കൂടെ വരുന്നവന്റെ കൂട്ടിലിരുത്തണം, കൂടെ വരുന്നവന്റെ കൂടപ്പുറപ്പാകണം, കൂടെ വരുന്നവനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുകയാണ്, അവൻ കൂടെ വന്നവരെല്ലാം കൂട്ടിലിരുത്തി എന്ന് പറഞ്ഞാൽ ആരെയും തള്ളി പറയാതെ ചേർത്ത് നിർത്തി എന്ന് നമ്മൾ ഇവിടെ വായിക്കും. പിന്നെ നമ്മൾ കാണുന്നു യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. പിന്നെന്തോ രോഗശാന്തി വേണ്ടിയുള്ള സൗഖ്യം കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ കൂടെ വന്നവരെല്ലാം ചേർത്ത് നിർത്തിയിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. ഇതെല്ലാം കഴിഞ്ഞ കുറെ നേരം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കഥാപാത്രങ്ങൾ ആരാണ്? ശിഷ്യന്മാർ, അല്ലേ? നല്ല മനുഷ്യരാകാൻ, കുറെ കൂടെ നല്ല മനുഷ്യരാകാൻ യേശു വിളിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്ന ബേത്സയിലേക്ക് കൊണ്ടുപോയ ഈ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എന്താണ്? നമ്മളത് വളരെ പ്രായോഗികമായി ചിന്തിക്കേണ്ട പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് സത്യമാണ്. എന്താ പ്രശ്നം? ബൈബിൾ വായിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പുലിമുരുകൻ കാണുമ്പോൾ ഇരുന്നു പോകും, അല്ലേ? അച്ഛൻ നല്ല പ്രസംഗം കേട്ടോണ്ടിരിക്കാൻ എന്റെ സുഖം അറിയാം. ബൈബിൾ നോക്കിയിട്ട് എന്നോട് പറയണം എന്താണ് പ്രശ്നം. കുറെ കഴിഞ്ഞപ്പോൾ പന്തിരുവ അടുത്ത് വന്നവനോട് ഉറക്കം വായിച്ചു. മതി കണ്ടോ? നോക്കിയ എനിക്കറിയില്ല, യേശുവിനേക്കാൾ പ്രാക്ടിക്കലാണ് ശിഷ്യന്മാർ. കാരണം യേശുവിന് അത്രയും പ്രായോഗികത ഉണ്ടോ പോലും നമുക്ക് സംശയം തോന്നും. കാരണം ആകാശത്തെ ഭൂമിയെയും ലോകത്തെ മൊത്തം ഉണ്ടാക്കിയ ഈ തമ്പുരാൻ കർത്താവിനോട് ശിഷ്യന്മാർ പറയണ, കർത്താവേ സന്ധിയാവും. ആരോടാ പറയുന്നത്? ലോകത്തെയും പ്രപഞ്ചത്തെയും സൃഷ്ടിയും ഉണ്ടാക്കിയ കർത്താവ് തമ്പുരാനോട് വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നവർ, 3.5 വർഷം കൂടെ പണി ചെയ്തവർ, സുവിശേഷ വേല ചെയ്തവർ, മിനിസ്റ്റർ ചെയ്തവർ പറയുകയാണ്, കർത്താവെ സന്ധിയാകുമ്പോൾ. ഇത് അവര് പറഞ്ഞാലേ കർത്താവിന് അറിയത്തുള്ളൂ. ഈ വള്ളത്തെ കിടന്ന് അമരത്ത് തലയണ വെച്ച് കാറ്റും കോളും വീശുന്ന സമയത്ത് ഒരു വിഷയവുമില്ലാതെ വളരെ നൈസായി, വളരെ സുന്ദരമായി ആരുറങ്ങി? യേശു ഉറങ്ങി. അതിന്റെ കാരണം എന്നാ? യേശു ഉറങ്ങാൻ പറ്റുമെന്ന്. ഇനി കാറ്റടിച്ചാൽ കോളടിച്ചാൽ അവനെന്നെ. അപ്പോഴാ ശിഷ്യന്മാർ വന്ന് മാന്തി വിളിക്കുന്നത്, തമ്പുരാനെ എഴുന്നേറ്റ്, പണിയാവും, ഞങ്ങളിപ്പോൾ മുങ്ങിച്ചാവും, ചത്താ നീ ചാവും, ഞങ്ങൾ ചാവും, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന പോലെ വളരെ പ്രായോഗികവാദികളായ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയണം, കർത്താവേ സന്ധിയായി, നമുക്കിവരെ പറഞ്ഞു വിട്ടേ പറ്റൂ. പ്രസംഗം കേൾക്കാൻ കൊള്ളായിരുന്നു, എല്ലാം നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, നല്ല ഗുമ്മായിരുന്നു, അല്ലേ? നല്ല ഗുമ്മായിരുന്നു. നിന്റെ പ്രസംഗമാണെങ്കിലും നല്ല രസമായിരുന്നു, കേട്ടോണ്ടിരിക്കാൻ എല്ലാ സുഖം അറിയാം. പക്ഷേ നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. ഞങ്ങൾ ഈ അച്ഛന്മാർ പള്ളിയിരിക്കുമ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ ഈ ചില പ്രോജക്റ്റ് ഒക്കെ പറയും. അവിടെ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ഇന്നൊരാളെ കെട്ടിക്കണം, അല്ലെങ്കിൽ നമുക്ക് മിഷൻ ഫീൽഡ് അവിടെ എന്തെങ്കിലും ചെയ്യണം. മോൻസേച്ച് നമ്മുടെ കാടിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ്റെ ആദിവാസി അതൊക്കെ പറയാൻ ഈ തുടക്കം വരുമ്പോൾ അച്ഛൻ്റെ ഒരു ആദിവാസി കമ്മ്യൂണിറ്റിക്ക് 3 വർഷമായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇച്ചിരി ആഹാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ സാധാരണഗതി ചില കമ്മിറ്റിക്കാരെങ്കിലും പറയാം, ഇച്ചിരി പ്രായോഗികമായി നമുക്കൊന്ന് ചിന്തിക്കണ്ടേ, പറ്റുമോ അച്ഛൻ? അത്രയൊക്കെ നമ്മുടെ ഫണ്ട് ഉണ്ടോ, നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടോ, നമ്മുടെ പൈസ ഉണ്ടോ, നമുക്ക് അച്ഛൻ ആലോചിക്കണ്ടേ എന്നൊക്കെ സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പോലെ ശിഷ്യന്മാർ എന്ന് പറയുകയാണ്, കർത്താവെ സന്ധിയാകുന്നു, നീ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പണിയാവും, നമുക്ക് എല്ലാവരെയും പറഞ്ഞു വിടണം. മനസ്സിലായോ? എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? പ്രസംഗം കേൾക്കാൻ കൊള്ളാം, അല്ലേ? കാര്യത്തോടെടുക്കുമ്പോൾ ഇനി അവര് വേണ്ട, ഭക്ഷണം പാർപ്പിടണം, അല്ലെ? ഭക്ഷണം കൈക്കൊള്ളാനും താമസിക്കാനും അവരെ പറഞ്ഞു വിടണം എന്ന് പറയുന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണെന്ന് അറിയാമോ? നമുക്കിവരെ ഒഴിവാക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? അതിന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, എക്സ്ക്ലൂഷൻ, ഒഴിവാക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഇൻക്ലൂഷൻ, ചേർത്ത് നിർത്തുക, ഒന്നുകൂടെ അടുപ്പിച്ച് നിർത്തുക എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിന്റെ ഇംഗ്ലീഷാണ് ഇൻക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവെ എന്തെങ്കിലും വല്ല 2 ദോശയോ സമ്മതിയോ ഉണ്ടായി നമുക്ക് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, പ്രസംഗം കേൾക്കാവുന്നവരെ നമുക്ക് നൈസായി ഒഴിവാക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ശിഷ്യന്മാരെ എടുക്കലാണോ? അല്ലേ? ഞാൻ ഈ പ്രസംഗം പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ മർത്തോമാക്കാരും ക്രിസ്ത്യാനി
കാര്യങ്ങളും നമ്മളൊക്കെ തന്നെ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു പുതുപ്പള്ളിക്ക് പുണ്യവാളനുണ്ടെങ്കിൽ പുണ്യവാളനെ കുറിച്ച് പറഞ്ഞു. അവന്റെ ജീവിതം അവന് വേണ്ടിയല്ല, അവന്റെ ജീവിതം വേറെ കുറെ ആളുകൾക്ക് വേണ്ടി. അവരുടെ ജീവിതം സുന്ദരമാകാൻ, അവരുടെ ജീവിതം നനവുള്ളതാകാൻ, അവരുടെ ജീവിതത്തിന് ഇമ്പം പകരാൻ, അവരുടെ ജീവിതത്തിന് താളം കൊടുക്കാൻ, അവരുടെ ജീവിതത്തിന് ഒരു സുഖം കൊടുക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് പുതുപ്പള്ളിയുടെ പുണ്യവാളൻ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നു, കർത്താവേ, ഭക്ഷണം കഴിക്കുന്ന സമയമായി, താമസിക്കാൻ ഇടമില്ല, ഭക്ഷണമില്ല, നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല, നമുക്ക് അവരെ ഒഴിവാക്കാം. ഞാൻ ഈ അടുത്ത സമയത്ത് കല്യാണത്തിൽ പോയി. കല്യാണം ഇപ്പം യൂട്യൂബിലാണ്, അല്ലേ? ഈ കല്യാണത്തിന് ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്. ഞങ്ങൾ അച്ഛന്മാരെ ക്ഷണിക്കുമ്പോൾ മൊബൈലിനകത്ത് ഇങ്ങനെ സേവ് ദ ഡേറ്റ്, പിള്ളേരുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവന് പറഞ്ഞാണ് കൊച്ചിന് പറഞ്ഞതാണ്, പിന്നെ ഈ കല്യാണത്തിൻ്റെ ഡേറ്റ് വേണം. അപ്പോൾ അച്ഛന് യൂട്യൂബിൻ്റെ ചാനലുകളിലോട്ട് പറയും, അച്ഛാ അപ്പോൾ ഞങ്ങൾ ഡയറി എടുത്ത് ഇതെല്ലാം ചെയ്യും. പക്ഷേ ഈ അടുത്ത സമയത്ത് വേറൊരു കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് രസമാണ്. ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവരവിടെ ഫോട്ടോ എടുക്കാൻ ആലപ്പുഴ വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് പോയേക്കും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ പോയ സമയത്ത് ആ വെള്ളത്തിൽ പെണ്ണ് ചാടുന്നു, അതിന് കുറെ ചരകൻ ചാടുന്നു, പിന്നെ പെണ്ണ് ചരകനോട് ചാടുന്നു. അത് പറഞ്ഞില്ല, ഇവരൊരു അങ്ങനെ സേതനയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോയ പെണ്ണ് ചരകനൂടെ ചാടി, പെണ്ണിന് നീന്തുന്നു, പെണ്ണ് ചാടി, അങ്ങനെ പെണ്ണ് വെള്ളം കുട്ടിച്ച് അവസാനം ഫയർഫോഴ്സായി, പോലീസായി, പട്ടോളമായി 2 ദിവസം സംഗതി കയറി വൈറലായി. എന്തായി? മറ്റേ വൈറൽ ഫീവർ അല്ല, വൈറൽ. ഇന്നൊക്കെ വൈറലായെങ്കിൽ മോൺസിയത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, വൈറൽ ആകുമായിരിക്കും. വൈറൽ ആകുക എന്നുള്ളതാണ്. അപ്പം ഈ പണ്ട് ഇതിനകത്ത് വന്നല്ലോ, ഈ വാട്സപ്പിനകത്ത് ഒരു സാധനം വന്നു. അതായത് നിങ്ങൾ ഒരു മിടുക്കനാവണമെങ്കിൽ, നിങ്ങൾ സംതിങ് ആവണമെങ്കിൽ, നിങ്ങൾ പിള്ളേരൊക്കെ തേക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ആളാവണമെങ്കിൽ, നമ്മളെ 10 പേര് അറിയണമെങ്കിൽ ചുമ്മാ ഇരിക്കണം, തേനീച്ചക്കൂടിൽ വേണം കല്ല് എറിഞ്ഞാൽ മതി. അപ്പോൾ ആളായി, ആൾക്കാരായി, പോലീസായി, പട്ടാളമായി, എല്ലാവരും വന്നു. ഒറ്റ ദിവസം കൊണ്ട് പത്രത്തിലും വരും, വാട്സപ്പിലും വരും, ഫേസ്ബുക്കിലും വരും. 2 ദിവസം നമ്മൾ കയറി ഹിറ്റായി. അപ്പോൾ പെണ്ണിൻ ചെറുക്കൻ്റെയും വീഡിയോ ഹിറ്റായി. കാരണം അവര് കല്യാണം കഴിക്കാൻ പോകുന്നതിന് അച്ഛനെ അറിയിച്ചേക്കാണ് സേവതയുടെ, പിന്നെ വെള്ളത്തിൽ ചാടുന്ന, വെള്ളത്തിൽ ഫയർഫോഴ്സ് വരുന്നു, ബുക്കിയെടുക്കുന്നു, നിമിഷത്തേക്ക് നമ്മുടെ സംഭവം കയറി വൈറലായി. അപ്പൊ ഞാൻ പറയാൻ ഈ കല്യാണത്തിൽ റാന്നിയിലുണ്ട്. കല്യാണത്തിൽ പോയപ്പോൾ അവിടെ എല്ലാം ഉണ്ട്. പിന്നെ കല്യാണം അങ്ങനെയാണല്ലോ, നമ്മുടെ തിണ്ണമെടുക്കും, നമ്മുടെ പൊങ്ങച്ചോ, നമ്മുടെ പൊണ്ണക്കാരിയോ, നമ്മുടെ താൻപോരുമേ, നമ്മുടെ അഹങ്കാരോ, നമ്മൾ ഇത്ര നാളെ കാത്തു സൂക്ഷിച്ചിരുന്ന നമുക്ക് ആരായണ്ടൊക്കെ ഏതാണ്ടൊക്കെ കാണിക്കാനുള്ള കെട്ടുകാഴ്ചകളും, അല്ലേ? തിണ്ണമെടുക്കും കെട്ടുകാഴ്ചകളും താൻപോരുമകളും പൊങ്ങച്ചങ്ങളും പൊണ്ണക്കാര്യങ്ങളും നിറയുന്ന ശവമടക്കും കല്യാണവും മാമോദീസയും അരങ്ങ് തകർക്കുന്ന കാലത്താണ് നാം ജീവിക്കുക. ആ കാലമാണ്. മർത്തോമകനെ തുടങ്ങിയിട്ട് 10-15 വർഷമാണ്. അതിന് മുമ്പ് ഈ കളിയൊന്നും ഇല്ല. ഇപ്പോൾ 10-15 വർഷമായിട്ട് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം ഉണ്ട്. ആനയുണ്ട്, അമ്പാരിയുണ്ട്, കൂത്തുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചെറുക്കനെ പിന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന JCB ഇല്ല. പിന്നെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ വേറെ കാഴ്ചയുണ്ട്, ഒരു 25 ബുള്ളറ്റ് പല ചുറ്റും സ്ഥലമുണ്ട്. ഇപ്പം ചങ്കടിച്ചു പോകുന്ന സൗണ്ടാണ്. ഈ വണ്ടി ഇങ്ങനെ അച്ഛനോട് അച്ഛന് വീഴ്ചയ്ക്ക് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തോളാനാ പറയുന്നത്. ഇത് ചെയ്തേ പറ്റും. അച്ഛനോട് നിൽക്കണം, എങ്ങനെ ചെയ്യണം? സംഭവം പിടികിട്ടിയോ? ട്രാക്കിൽ കിട്ടിയോ? ഇതൊക്കെ പച്ച ബുള്ളറ്റ്, ഓറഞ്ച് ബുള്ളറ്റ്, ഇതെല്ലാം ഇങ്ങനെ കാണുന്നു. അപ്പൊ അച്ഛനോട് വാനിൽ മൗള ചോദിച്ചു. ഇതെല്ലാം ഒരു സെറ്റപ്പാണ്. ഈ വാനിൽ മകളുടെ ഒരു സപ്പോർട്ട് BGM കിട്ടണമെങ്കിൽ എന്താ വേണം? BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടണമെങ്കിൽ ഇതുകൂടെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഇതെല്ലാം ഉണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ഊണിൻ്റെ സമയം ഞാൻ അവിടെ കയറി ഇരുന്നപ്പോൾ 2 പിള്ളേരുടെ വീടാണ്. ആങ്ങളെ കൊച്ചൻ ഇച്ചിരി ഓപ്പിസ്റ്റിരിക്കും, വയ്യാത്ത കൊച്ചൻ. അവന് കഴിക്കുമ്പോൾ ചെറിയൊക്കെ കൂടി ഇച്ചിരി സലയും വരും, ഈത്തയൊക്കെ പുറത്ത് വരും. ഞാനൊരു ഈ സ്റ്റേജിൽ എല്ലാവരും ഉണ്ട്. സെൽഫി സ്റ്റിക്ക്, പിന്നെ BGM, സ്കൂട്ടർ പരിപാടി, പിന്നെ ഈ കൂട്ടുകാരുടെ കൊച്ചുങ്ങൾ വന്നത് കളി ഡാൻസ് മൊത്തമുണ്ട്. പക്ഷെ ഞാനൊരു ഈ സ്റ്റേജിൽ കൊച്ചനില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ ഈ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഉണ്ടല്ലോ,
ഇന്നൊരു കളി നടക്കത്തില്ല. ആങ്ങളെയായാലും പെങ്ങളായാലും ഉപ്പാപ്പനായാലും അനന്തരവനായാലും ഒപ്പത്തിനൊപ്പമുണ്ടേ കൂടെ കൂട്ടുന്ന കാലമാണ് ഈ കാലം. അങ്ങനെ വല്ലാതെ കെട്ട ഒരു കാലത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. നമ്മുടെ തിണ്ണമെടുക്കിന്റെയും നമ്മുടെ പൊണ്ണക്കാര്യത്തിന്റെയും നമ്മുടെ താൻപോരിമയുടെയും കെട്ടുകാഴ്ചകളുടെയും അഹന്തകളുടെയും അഹങ്കാരത്തിന്റെയും തിണ്ണമെടുക്കിന്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ നമുക്കുള്ളവരെയൊക്കെ ഒഴിവാക്കാൻ പഠിക്കുന്നു എന്നിടത്താണ് ശിഷ്യന്മാർ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ശരിയല്ലേ? പള്ളിയിലില്ലേ? ഒന്ന്. തയ്ക്കാത്തില്ലേ? ഒന്ന്. വീട്ടിലില്ലേ? ഒന്ന്. രണ്ട് പിള്ളേരൊക്കെ ഒന്നിച്ചിട്ട് ശേഷിക്കോട്ടെ മോശം. വയസ്സാം കാലത്ത് കിടക്കുമ്പോൾ പൊക്കിക്കൊണ്ട് പോണേ. ഞാൻ പറഞ്ഞല്ലോ, ഓയോസനെ പറഞ്ഞു. വയസ്സാം കാലത്ത് വയ്യാ കിടക്കുമ്പോൾ കാനഡയെ പറ്റിയവർ അയർലൻഡിനെ പറ്റിയവർ അവിടെ ഹേ ഡാഡി ഹൗ ആർ യു എന്ന് ചോദിക്കത്തേ ഉള്ളൂ. പൊക്കിക്കൊണ്ട് പോണേ ആര് വേണം? നമ്മൾ പണ്ട് പോഷനെ വിളിച്ചവനെ. ശരിയാണോ? അല്ലേ? വല്ലാതെ കെട്ടുപോയ ഒരു കാലത്തിന്റെ മക്കളാണെങ്കിൽ പെരയ്ക്കകത്തും പള്ളിക്കകത്തും വീടിനകത്തും കുടുംബത്തിനകത്തും എക്സ്ക്ലൂഷൻ എന്നത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ വിശന്ന 2 കഷ്ണം ബ്രെഡ് മോഷ്ടിച്ച മധുവിനെ ഭ്രാന്തന്മാരായ ചെറുപ്പക്കാർ അടിച്ചവനെ കൊന്നു. അതൊരു മരണമല്ല, ആൾക്കൂട്ട കൊലപാതകം ഈ സാക്ഷര കേരളത്തിൽ ഒരുപാട് നടക്കുന്നു എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അൽഫാം കഴിക്കുന്ന, വേവിച്ച ചിക്കൻ കഴിക്കുന്ന, നിർത്തിപ്പൊരിച്ച കോഴിയെ കഴിക്കുന്ന, ഉപവാസമെടുക്കുന്ന കോഴിയെ തിന്നുന്ന ചെറുപ്പക്കാർക്ക് അടിച്ചു കൊല്ലാൻ സാധാരണപ്പെട്ട മനുഷ്യൻ വേണം എന്ന തിരിച്ചറിവ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്നു എന്നത് എന്തിന്റെ ലക്ഷണമെന്നറിയാമോ? ചിലരെയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. ആരെയും ഒഴിവാക്കാൻ യേശു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് എന്നോട് പറയാൻ തോന്നുന്നത്, നമുക്ക് അവരെ പറഞ്ഞു വിടാമെന്ന്. യേശു 2ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, യു ഷുഡ് ഗിവ് ദം. നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അപ്പൊ പിന്നെ പണി എങ്ങനെ കൊടുക്കും? നോക്കി, യേശു ഭയങ്കര വെല്ലുവിളിയാണ്, ചലഞ്ചസ് ആണ് അല്ലെ? ശിഷ്യന്മാരുടെ മുമ്പിൽ ഹെർക്കൂലിയൻ ടാസ്ക് ആണ് പറയുന്നത്. നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. 5000-ഓ 10,000-ഓ ആളുകളുള്ള ഒരു പുരുഷാർത്ഥം നോക്കിക്കൊണ്ട് ഈ ബേത്സൈദയിലേക്ക് വന്ന നല്ല മനുഷ്യരാകാൻ അവരെ പഠിപ്പിക്കുന്ന ക്രിസ്തു, ഈ റബായി ശിഷ്യന്മാരെ നല്ല മനുഷ്യരാകാൻ പഠിപ്പിക്കുന്ന ഈ ക്രിസ്തു ഈ ശിഷ്യന്മാരോട് പറയാണ്, യു ഷുഡ് ഗിവ് ദം ഫുഡ്. ദൈവരാജ്യത്തിൽ പ്രസംഗം കേട്ടിട്ട് അവരെ പറഞ്ഞു വിടുന്നതല്ല നല്ലത്, പിന്നെ പ്രസംഗം കേട്ടവൻ ആഹാരവും കൊടുക്കുന്നതാണ് എന്റെ സുവിശേഷം എന്നുള്ളതുകൊണ്ട് യേശു പറയുന്നത്, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അപ്പൊ പ്രശ്നക്കാരൊന്നുമില്ല, ഔട്ട് ഓഫ് നത്തിങ് അല്ലേ? ഒന്നുമില്ല, എങ്ങനെ കൊടുക്കും? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മർത്തോമാക്കാരുടെ ഏതിലും ഉണ്ടായിട്ടാണോ കൊടുത്തത്? ഈ പള്ളി 94ാമത്തെ വർഷമാണ്. 6 വർഷങ്ങൾ കഴിഞ്ഞാൽ സെഞ്ചുറി കഴിക്കും അല്ലേ? ഇവിടെ വാങ്ങിപ്പോയ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ കൊടുത്തത്, ഈ സഭയെ വളർത്തിയത്, ദൈവരാജ്യത്തോട് ചേർന്ന് നിന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ്? ഒന്നുമില്ലായ്മയാണ് ചേർന്ന് നിന്നത്. ഞാൻ കുഴിക്കാലക്കാരനാണ്, എന്റെ കുഴിക്കാലക്കാരി കൊച്ചൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കുഴിക്കാലക്കാരാണ് പറഞ്ഞത്. അപ്പം ഞാനും അമ്മയും കൂടെ പണ്ട് മാരാമോട് പോകുമായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ അന്നൊന്നും ഈ പൈസ ഇല്ല, പതിനാണ്ടി വിട്ടിട്ടാണ് മാരാമോട് അമ്മയുടെ പൈസ ഒപ്പിക്കുന്നത്. അപ്പൊ അമ്മയുടെ 150 രൂപ, 150 ലക്ഷങ്ങളുടെ വിലയാണ്. 150 ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നതാണ്. അപ്പൊ ഈ അന്ന് കുഴിക്കാനായി കോഴഞ്ചേരി തന്നെ 6 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ അമേരിക്കയിൽ പോകുന്നവരാണ്. കോഴഞ്ചേരി പോകും. ഇന്നാണെങ്കിലും നമുക്ക് ഇന്ന് കോഴഞ്ചേരി പോകുന്ന വിലയൊന്നുമില്ല. പക്ഷെ അന്ന് പഠിക്കുന്ന കാലത്ത് കോഴഞ്ചേരി വരെ പോകാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വരെ പോകുന്നൊരു ഫീലിങ്ങും വൈബുമാണ്. അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഈ 4ാമത് ഭാഗം നമ്മൾ ഈ വർഷത്തെ യോഗ കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ അന്ന് പ്രിപ്പയർ ആവും. ബുധനാഴ്ച മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അന്ന് നിങ്ങൾക്കറിയാം, ഈ എലോട്ടിൻ്റെ വണ്ടി വരും, അതിൻ്റെ മേലിലാണ് ഫുട്ബോളിലാണ്, സ്റ്റെപ്പേലാണ്, ഇങ്ങനെ പോകുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ വരും. ഞങ്ങൾ കോളേജിൽ പഠിക്കും, മണ്ടയ്ക്ക് പുറകിൽ അങ്ങനെ നിങ്ങളെല്ലാം അറിയാം. അപ്പം ഈ മാരാണോ അമ്മയുടെ 150 പരിപാടികളോട് പോകുമ്പോൾ ഞാൻ അമ്മയുടെ നേരത്തെ എനിക്കാണ് ഈ മറ്റേ പൊട്ടാഷിൻ്റെ പൊട്ടിക്കുന്ന തോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ആ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെന്നതിനെ കാണുവാണെങ്കിൽ ഞാൻ മേടിക്കും. നിങ്ങൾ കിട്ടുവാണെങ്കിൽ മേടിക്കും. മേടിച്ചിട്ട് ഈ വീട്ടിലൊക്കെ ചുമ്മാ ഈ പൊട്ടാഷ് ഞാൻ ഇട്ടിട്ട് പൊട്ടിക്കാൻ
നല്ല രസമാണ്. ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോഴേ നമ്മൾ വഴക്കൊക്കെ ഉണ്ടായ സ്ട്രെസ് എന്ന് പറയും. ടെൻഷൻ ചുമ്മാ പൊട്ടിയാണ്. അച്ഛനെ നെഞ്ചത്തൊന്നും പൊട്ടിക്കരുത്. ചുമ്മാ ഒരു രസത്തിന് ഇരുവണ്ണം പുറപ്പെടാതെ പൊട്ടും. കാരണം കാണിക്കും പുറപ്പെടാതെ പൊട്ടും. ഇത് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറയാൻ എനിക്കൊരു തോക്കം മേടിച്ചാൽ അപ്പോൾ അമ്മ പറയും സെറ്റ് മേടിച്ചു. പിന്നെ ഈ വെള്ളത്തിൽ ഓടുന്ന ബോട്ട് തീ കത്തിച്ചിട്ട് ഇതിങ്ങനെ കിടന്ന് ഓടും. ഭയങ്കര രസം ഓടുന്നതാണ്. അത് നല്ല സ്ട്രെസ് മാറാൻ. വീട്ടിലൊക്കെ നമ്മൾ ചലപ്പൊട്ടും പറഞ്ഞൊക്കെ ഇരിക്കാറ്. ഈ തോക്കുണ്ട് ഇത് കണ്ടോണ്ടൊക്കെ ഇരിക്കാമെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. ഈ തമ്മിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ പോകും. അപ്പോൾ അമ്മ പറയെല്ലാം മേടിച്ചു തരാം. പ്രസംഗം കേൾക്കാൻ പോയി അവിടെ ഒരു ഓറഞ്ച് ഒന്ന് മേടിച്ചിട്ട് പോയിട്ട് നമ്മൾ കല്ല് കുത്തി കളിക്കും. സാഹിത്യം പ്രസംഗിക്കും. ആരും ട്രാൻസ്ലേറ്റ് ചെയ്യും. അതെല്ലാം കേൾക്കും. അപ്പം ഈ ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പന്തലിൽ അല്ലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മയ്ക്ക് മനസ്സ് തോന്നി എനിക്കൊരു തോക്കും ബോട്ടും. അമ്മയുടെ കഥ എത്ര ഉണ്ട്? 150 രൂപ. എത്രയും കൂടെ ഇതെല്ലാം നടക്കണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ നെടുമ്പറയുടെ സൈഡിലോട്ട് അമ്മ ഇങ്ങനെ യോഗം കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് പോകും. ഞാൻ ഇപ്പം കിട്ടും നമ്മളിങ്ങനെ പോവാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ മന്ദിരത്തിലെ അച്ഛൻ അവിടെ ഇപ്പോൾ ഏതാ മന്ദിരം ആരംഭമായി മന്ദിരം കൊട്ടാരക്കര ഈ മന്ദിരത്തിലെ അച്ഛൻ വരാം. അപ്പം അമ്മ മന്ദിരത്തിൽ ഇരിക്കുന്ന അച്ഛൻ വന്നിട്ട് കട്ടന വെച്ചിട്ട് വേറെ ഓർമ്മയില്ല. ഞങ്ങളുടെ അമ്മ അതിലൂടെ പോയപ്പോൾ ഞാൻ HIV പേഷ്യൻസിനിടെ വർക്ക് ചെയ്തു 6 വർഷം. ഞാൻ അവിടെ ഇരുന്ന് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് സ്റ്റോറാണെന്നോ എനിക്ക് സ്റ്റോറാണ്. അപ്പോൾ ഇപ്പോൾ ആയി എനിക്കൊക്കെ കുട്ടൻ സെൻ്ററാണ്. ഈ അമ്മ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ അച്ഛൻ വിളിക്കാമെങ്കിൽ അപ്പോൾ ഈ നമ്മൾ നോക്കും ഈ ആൻറ്റിയുടെ പേഴ്സ് കട്ടിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ആൻറ്റി വിളിച്ചോ കട്ടി കുറഞ്ഞ വന്ന് വിട്ടേക്കോ. അപ്പോൾ എൻ്റെ അമ്മയെ കണ്ട വേറെ ഈ അച്ഛൻ ആൻറ്റി ഇതിലൂടെ വരാൻ പോകും. ഞങ്ങളുടെ അമ്മയോ ഈ അച്ഛൻ വിളിച്ചിട്ടാകുമ്പോൾ വിളിച്ചപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഉണ്ടായിരുന്ന മുത്തലെടുത്ത് വണ്ടിക്കൂലി വിളിച്ച് മുത്തലെടുത്ത് ഞാൻ ഈ അച്ഛനെ നോക്കുന്ന എൻ്റെ തോക്ക് കൊല്ലാനുള്ള വാശിയായി. പിന്നെ ആ വാശി എപ്പോഴാണ് അറിയുന്നത് ചോദിച്ചാൽ എപ്പോഴാണ് അറിയുമോ? ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഉണ്ടായിട്ടല്ല കൊടുത്തേ. നുള്ളരി പാക്കി വെച്ച് വരും, മാസവരി കൊടുത്ത് വരും, പിന്നെ മുണ്ട് മുറുക്കി കൊടുത്ത് വയറ് നിറച്ച് ദൈവരാജ്യത്തിന് കൊടുത്തവർ, വീട്ടിലൊരു സന്തോഷമുണ്ടെങ്കിൽ, ഒരു ജന്മദിനമുണ്ടെങ്കിൽ, ഒരു വിവാഹ വാർഷികമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു രോഗസൗഖ്യം കിട്ടുക ഉടനെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ മന്ദിരത്തിൽ. ഇതാണ് മൊത്തം സഭ. ഞാനൊക്കെ വീട്ടിൽ കൃത്യമായിട്ടാണ് അത് കൊടുക്കാതെ ഈന്തപ്പഴം മേടിക്കത്തില്ല. ഏതാ മറ്റേ മാരാമണ ഈച്ചപ്പഴം മേടിക്കത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള പോലെ തോക്കേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള ബോട്ടേ ഉള്ളൂ. ദൈവരാജ്യത്തിന് കൊടുക്കാതെ, സഹജീവികളെ കരുതാതെ, എന്റെ പരിക്കാതെ ദൈവം എനിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നപ്പോ എക്സിയാടിക്ക് കൊടുക്കാതെ, എന്റെ വീട്ടിൽ ഞങ്ങളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ നോമ്പ് നോക്കി കൊട്ടാരക്കര മന്ദിരത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ, ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ അപ്പച്ചന്മാരും നമ്മുടെ അമ്മച്ചിമാരും ആഹാരം കഴിക്കത്തില്ല എന്നത് സത്യമാണ്. അതാണ് ചരിത്രം. ആണോ? അതാണ് ചരിത്രം. ഞാൻ അതിനെ പറയും, നമ്മുടെ പരിക്കാത്തതൊക്കെ നല്ല പുറപ്പാടുകളുണ്ടായി. എക്സോഡസ് ഫ്രം അവർ ഫാമിലി. നമ്മുടെ വീടിനകത്ത് നിന്ന് നല്ല പുറപ്പാടുകളുണ്ടായിരുന്നു. എങ്ങോട്ട്? മന്ദിരങ്ങൾക്ക്, അശരണരായ ആളുകളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഒഴുക്കുണ്ടായിരുന്ന ഒരു പുറപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു പറയാൻ നിങ്ങൾ തന്നെ കൊടുക്കണം. ഉണ്ടായിട്ടാണോ? അല്ല, ഒന്നുമില്ല. കയ്യിലോ 5 പൈസ ഇല്ല. യൂദയുടെ കയ്യിലാണല്ലോ 5 രൂപ. അല്ലാതെ ഒരു നയ പൈസ ഇല്ലാത്ത ഈ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. മർത്തോമാക്കാരൻ ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗൾഫും കാനഡയും അമേരിക്കയും ഒക്കെ 80കൾക്കോ 70കൾക്കോ ശേഷം വന്ന പ്രതിഭാസം മാത്രമാണ്. അതിനു മുമ്പ് നമ്മുടെ ഏത്തക്കുരയും നമ്മുടെ ചക്കക്കുരുവും നമ്മുടെ പറങ്ങാണ്ടിയുമായിരുന്നു നമുക്കുള്ള വരുമാനം. അതിൽ നിന്ന് മാത്രമാണ് എണ്ണിക്കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി. ഉണ്ടായിട്ടല്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊടുത്താണ്. എന്നിട്ട് നമ്മളിപ്പോ സന്തോഷത്തോടെ അമർത്തി കുലുക്കി തമ്പുരാൻ എനിക്ക് തന്നു. എന്താ ഈ ചോദ്യമാണ്. ഞാനിപ്പോ പ്രവർത്തിക്കുന്ന കാടിലാണ്. അച്ഛൻ പറഞ്ഞു വികസന സംഘത്തിന്റെ ചുമതല എനിക്കുണ്ട്. നമുക്കറിയാം എന്തുമാത്രം ആളുകളാണ് നമ്മുടെ മുമ്പിൽ നിന്ന് അപേക്ഷ തരുന്നത്. 7000 അപേക്ഷ തരുമ്പോ 2 അപേക്ഷയെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ നമ്മൾ? അതല്ലേ ദൈവരാജ്യം? അപ്പൊ നമ്മൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നുമില്ലായ്മ കൊടുക്കാനാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്ന് അവരിങ്ങനെ തപ്പി നടന്നപ്പോൾ ആരെ കിട്ടി?
ഒരു കൊച്ചിനെ കിട്ടി അല്ലേ? അവൻ്റെ കയ്യിൽ എന്നെ ഉണ്ട് 5 അപ്പവും 2 മീനും. അപ്പൊ ഇവരിങ്ങനെ ഭക്ഷണമില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഇവനെ കണ്ടു. അപ്പൊ ഞാൻ ഓർക്കാൻ ഇവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ കൊച്ചിനെ അവരോട് അമ്മ പറയാ 5 അപ്പവും 2 മീനും കൊടുത്തിട്ട് എന്താ പറഞ്ഞതാണ്? എന്താ പറഞ്ഞത്? ആർക്കും കൊടുക്കല്ലോ, തന്നെ തിന്നോളാം. ചൂട് കൂടുന്നുണ്ടോ സമയം? എന്തോ അവനോട് അവൻ്റെ അമ്മ എന്നാ പറയാ? നമ്മൾ പറയുന്ന പോലെ പറയാണ്. നമ്മൾ ഈ പിള്ളേരെ സ്കൂളിൽ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നുള്ള ഒറ്റ കൊടുക്കണം, നീ എവിടെയും സമയം വന്ന് തിന്നോണം. അപ്പൊ ഈ പിള്ളേർ നമ്മളെക്കാട് ദൈവരാജ്യത്തിന്റെ സ്നേഹമുള്ള അവരെന്ത് ചെയ്തറിയാമോ? ഇവൻ നല്ല സാധനം നമ്മുടെ വീട്ടിൽ നിന്ന് ചിക്കൻ കഷ്ണവും 2 ചപ്പാത്തിയും കൊണ്ടുപോകണം, അവിടെ തിന്നുന്നോ കാണാം, നല്ല നല്ല കഴിക്കാൻ നമുക്ക് പരിവുള്ളവരെ കാണും. ഇവൻ കൊണ്ട് ഇതെല്ലാം കൊണ്ട് അവന് കൊടുക്കുന്നത് അവൻ്റെ സാൻഡ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ നൂഡിൽസ് അതിന് 2 വഴിയും കഴിച്ചിട്ട് വീട്ടിൽ വരും. 4 മണിയാകുമ്പോഴത്തേന് പൂര വിശപ്പാണ് അല്ലേ? കാരണം ഇവൻ സ്കൂളിൽ കൊണ്ടൊന്നും കഴിച്ചിട്ട് അതാ പിള്ളേർ. ഇവന്റെ അമ്മ ഇവനോട് പറഞ്ഞു, നീ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോവില്ല, നല്ല കാര്യം, പോയി പ്രസംഗം കേൾക്കും. പക്ഷെ എവിടെയെങ്കിലും ഒരു ഇടവേള കിട്ടിയാൽ ആരും കാണാതെ മാറിയിരുന്ന് തട്ടിപ്പോകും. ഇവന്റെ അടുത്ത ഈ പാവം പിടിച്ചമാരോ ശിഷ്യമാണോ? അപ്പൊ ഇവനോട് ചേട്ടാ നീ തരാം, നിന്റെ പൊതി നീ തരാം. അപ്പം അവന്റെ കയ്യിൽ പൊതിച്ചോറാണ്. ഈ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ആരെ ഫീലാണ്, നൊസ്റ്റാണ്. ഇപ്പൊ ഞാൻ ഓർമ്മ ഞാൻ കോളേജിൽ പോയി അമ്മ എഴുന്നേറ്റ് ആകെ ഉള്ളത് ഒരു മുട്ട പൊരിച്ചതും ഇടിച്ചമ്മന്തി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അയ്യോ, ഇത് വാടകയ്ക്കകത്ത് കെട്ടി കോളേജിലോട്ട് ഇരിക്കും. രാവിലെ 2 പുട്ടും 2 പഴമെല്ലാം തട്ടിയിട്ടാ പോകുന്നത്. എന്നാൽ 11:30 ആകുമ്പോൾ ഈ വാട്ടി ഇലയുടെ മണം അടിക്കുമ്പോഴേ കട്ട വിശപ്പാണ്. അപ്പൊ ഞാനൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം ഈ കോളേജ് ഏത് ക്ലാസ് ആദ്യം കട്ട് ചെയ്ത് വരുന്നതിനെ ഇത് പോയി കഴിക്കും. എന്താ കാര്യം അറിയാമോ? പൊതിച്ചോറ് അത്ര സാധനമാണ്, ഗംഭീര സാധനമാണ്. പക്ഷെ അത് ഈ പൊതിച്ചോറ് എനിക്കറിയില്ല, അതൊക്കെ നമുക്കത് അത്ര എനിക്ക് തോന്നാം. പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ പൊതിച്ചോറിന്റെ മുട്ട പൊരിച്ചതിന്റെ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് മാത്രമല്ല, ഈ അമ്മ എന്നെ രാവിലെ വിടാൻ വേണ്ടി പെടുന്നൊരു പെടാപ്പാടമല്ല, കരി മൂന്നയ്ക്ക് വെച്ച്. നിങ്ങൾക്കറിയാമോ ഈ രാവിലെ ഒരു വീട്ടിനകത്തുള്ള കലാപരിപാടി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ലേ? വലിയൊരു സംഭവമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പറയാതെ. അച്ഛനമ്മക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. എൻ്റെ ഭാര്യ അവളൊക്കെ പ്രസംഗിക്കും, അച്ഛനൊക്കെ തട്ടാമല്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വലിയൊരു സംഭവം. കാരണം അതിനകത്ത് കിടന്ന ജീവിതത്തിൽ ഗുണം പിടിക്കുമോ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അങ്ങനത്തെ ഒരു കിച്ചണാണ് പറയാം. അപ്പം അമ്മയ്ക്ക് പെടപ്പാട് വേണ്ടി ചോറൊക്കെ ഉണ്ടാക്കി തന്നെ പൊതി കെട്ടി തരുമ്പോൾ ഇലയുടെ മണവും സമ്മതിയുടെ മണവും ഉരുളക്കിഴങ്ങിന്റെ മണവും മാത്രമല്ല, അമ്മ എന്നോട് പുലർത്തുന്ന കരുതലിന്റെ വാത്സല്യത്തിന്റെ, അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഉപ്പിന് പകരം അമ്മയുടെ വിയർപ്പിറ്റ് വീഴുന്ന ഈ പൊതിച്ചോറ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭീകരമാണ്, വലിയ സംഭവമാണ്. അപ്പൊ ഈ നമ്മൾ ഈ പ്രായമൊക്കെ ആകുമ്പോഴേ അമ്മയോടും അപ്പനോടും ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണമെന്ന് എനിക്ക് പറയാം. പൊതിച്ചോറ് ഓർത്താൽ മതി, നമുക്ക് അവരെ പള്ളു പറയാൻ. അതുകൊണ്ട് അമ്മയ്ക്കും അപ്പനും വിട്ടിട്ട് തട്ട് കൊടുക്കണമെന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളോട്, മക്കളോട്, ന്യൂ ജെന്നിനോട് എനിക്ക് പറയാനുള്ളത്, അവർ ഉണ്ടാക്കിയെടുത്ത ഈ പൊതിച്ചോറ് ഭീകരമാണ്. അതൊരു സംഭവമാണ്, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അതെന്നെ ഭയങ്കരമായി സ്വാധീനിക്കും. ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ 5 അപ്പവും 2 മീനും അവന്റെ അമ്മ കെട്ടിക്കൊടുത്ത പൊതിച്ചോറാണെങ്കിൽ പൊന്നു തമ്പുരാൻ എന്ന് ചോദിച്ചാലും ദൈവം തമ്പുരാൻ എന്ന് ചോദിച്ചാലും അവൻ കൊടുക്കത്തില്ല. ഞാനവിടെ കൊടുക്കത്തില്ല. പക്ഷെ അവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പാഠമാണ്. നിങ്ങൾ അവനെ നോക്കി പഠിക്കുക. ആരെ? കൊച്ചിനെ. ആണോ? നിങ്ങൾക്കല്ലേ കൊടുക്കാനില്ലാത്ത, നിങ്ങൾക്കല്ലേ അവരെ പോഷിപ്പിക്കാനില്ലാത്ത, നിങ്ങൾക്കല്ലേ അവർക്കൊന്നും കൊടുക്കാനില്ലാത്ത, എന്നാൽ നിങ്ങൾ അവരെ നോക്ക്. അവന്റെ അമ്മ അവന് വേണ്ടി മാത്രം കെട്ടിക്കൊടുത്ത പൊതിച്ചോറ് നൽകുവാൻ അവൻ തയ്യാറായി. എനിക്കറിയത്തില്ല ഈ പൊതിച്ചോറിന്റെ ഒക്കെ കഥ പറയാൻ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾ ഈ തിരുവല്ലായിരിക്കും ഞാൻ താമസിക്കുന്നത്. അവിടെ ഇപ്പൊ ഈ അമ്മച്ചിയുടെ ചട്ടിക്കറി മനസ്സിലായി, ഹോട്ടലിൽ വെച്ച് അവിടെ 2-3 ഹോട്ടലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ചട്ടിക്കറി, ഷിബുവിന്റെ ബോണ്ട, ജനാർദ്ദനന്റെ പഴങ്കഞ്ഞി, കൊട്ടാരക്കര ചെന്ന ജനാർദ്ദനന്റെ പഴങ്കഞ്ഞി, അയ്യോ എന്നോ ടേസ്റ്റാണല്ലോ. ഞാനൊരു ദിവസം ഈ തിരുവല്ലാന്റെ ഹോട്ടലിൽ പോയി ചോറ് കഴിക്കാൻ കയറിയതാണ്. ഗൾഫിൽ നിന്ന് വന്നൊരു ടീം ഇരുന്ന് ചട്ടിച്ചോറ് ഇരുന്നാണ് ജീവിതത്തിൽ ചട്ടി കാണുന്ന പരവേശ് വന്നു. ഗൾഫിനാണ് വന്നതാ ചട്ടിച്ചോറ് കഴിക്കാൻ തിരുവല്ല വന്നേക്കുക. കാരണം ഇവന്റെ അമ്മച്ചി ഇവര് കഴിവ് ഉണ്ടാക്കി കൊടുത്ത മീൻ ചട്ടിയിലെ മീൻചാറ് അല്ലേ, അതിന്റെ ടേസ്റ്റ് ഇല്ല. ഹോട്ടലിൽ പോയി ഇങ്ങനെ കമന്ന് കിടന്നേരെ ടേസ്റ്റ്. ഇത് ട്രെയിൻ
എന്തായി മാറി? ഇൻഡസ്ട്രിയായി മാറി. കെട്ട കാലമാണ് ഈ കാലത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ എന്റെ അമ്മ കെട്ടിത്തരുന്ന പൊതിച്ചോറിന്റെ രുചി, കെട്ടി തന്ന പൊതിച്ചോറിന്റെ രുചി എന്റെ നാവിൽ നിന്ന് അന്യമാവുകയും എനിക്ക് ഹോട്ടലിൽ കിട്ടുന്ന ഷിബുവിന്റെ ബോണ്ടയ്ക്ക് ഒത്തിരി ടേസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഞങ്ങളുടെ തിരുവല്ല ചങ്ങനാശ്ശേരി ചെന്നാൽ ഈ ബൈപ്പാസിലൊക്കെ ചായക്കടയുണ്ട്. സുലൈമാനിയും എത്തക്കാപ്പും. അപ്പം ഞാൻ വല്ലതും വായിച്ചത് ബോറടിച്ച് ഞാൻ പഞ്ചായത്ത് കൂടി ഞാനും ഭാര്യകളൊക്കെ അവിടെ ചെന്നു. അപ്പോൾ ഈ പെമ്പിള്ളാരൊക്കെ ഇങ്ങനെ കൂടി ചെറുമാരെല്ലാം വന്ന് ഒരു സന്ധ്യയ്ക്ക് വൈകിട്ട് വരുന്നു. വൈകിട്ട് വരുന്നു. അന്നേരം ഞാനത് അവിടെ ചെന്നപ്പോൾ എന്നെയാണ് വലിയ ആന പോലെ കൊതുക് വന്നെന്ന് കടിക്കുക. അത് കണ്ടത്തിന് സൈഡില്ല. പൂവൊക്കെയാണ് എന്നാലും കൊതുകില്ല. നമ്മുടെ നാടല്ലേ. ഞാനവിടെ കൊതുകിനെ തരില്ല. തൊട്ടപ്പുറത്ത് പെൺവെച്ച് സുലൈമാനെ കുറിച്ച് എന്തൊരു വൈബായിരുന്നു. മനസ്സിലായി? എന്തൊരു വൈബാണ് നമ്മൾ പറയുന്നത്. എനിക്കിത് കൊതുകടി കൊണ്ട് അവിടെ ഇരിക്കാൻ മൊത്തം ഈ ടേസ്റ്റിനെയും നമ്മുടെ രുചിഭേദങ്ങളെയും നമ്മുടെ ഇമോഷണൽ സെന്റിമെന്റാലിറ്റിയും നമ്മുടെ ഉള്ളിലുള്ള നനവുകളെയും ഒക്കെ കച്ചവടവൽക്കരിക്കുന്ന ട്രേഡിന്റെ ഭാഗമായി ഒരു കാലമായതുകൊണ്ട് പൊതിച്ചോറൊക്കെ നമുക്ക് അന്യമായിരുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര അടുപ്പമാണ് പൊതിച്ചോറ്. എന്നിട്ടും അവനത് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സിമ്പിളാണ്. തമ്പുരാൻ കൊണ്ട് ചോദിച്ചാൽ അവൻ കൊടുത്തേ പറ്റും. ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്ന പുതിയ പാഠമാണ്. നിങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ 5 അപ്പവും 2 മീനുകളിൽ കൊച്ചിനെ നിങ്ങൾ നോക്കി പഠിക്കുക. അവനെ നോക്കുക. അവനാണ് ദൈവരാജ്യത്തെ യഥാർത്ഥ കൊച്ചൻ. അപ്പൊ അവനിത് കൊടുത്തു. യേശുവിന്റെ അടുത്ത് വാഴ്ത്തി മുറുക്കി എല്ലാവർക്കും തിന്നാൻ വേണ്ടി പരുവത്തിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവരും കഴിച്ചു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നാം എല്ലാവർക്കും വിഷം തുടങ്ങി ഏമൊക്കെ വിട്ടിരിക്കാമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ യേശു പറയുന്നുണ്ട് ബാക്കിയുള്ളതൊന്നും കളയാതെ ശേഖരിക്കണം. കളക്ട് ദ വേസ്റ്റ് എന്നാണ്. ബാക്കിയുള്ളതൊന്നും കളയരുത്. ഞാൻ ആലോചിക്കാം, ഈ യേശുപ്പച്ചന് വേണ്ടി 5 അപ്പവും 2 മീനും നീട്ടിക്കൊടുത്ത ഈ കൊച്ചൻ അവൻ ഇനി ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവൻ വിശന്നവനായിരുന്നു അല്ലേ. അവൻ വിശന്നിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശിഷ്യന്മാരെ വന്ന് ഈ പൊതിച്ചോറ് ചോദിക്കുന്നത്. അവൻ കൊടുത്തു. പക്ഷേ അവനെ സംബന്ധിച്ച് അവന്റെ ഭൗതികമായ വിശപ്പ് ഇപ്പൊ വഴിമാറുകയാണ് അല്ലെ. അവന്റെ വയറിന്റെ വിശപ്പ് മാറുകയും അവന്റെ മുമ്പിൽ യേശു കർത്താവ് ഉയർന്നു നിന്ന് നെടുപടയാതെ നിന്ന് അവന്റെ അമ്മ കെട്ടിക്കൊടുത്ത 5 അപ്പവും 2 മീനും 10,000 പേർക്ക് വലിയ പുരുഷാരത്തിന് ആഹാരമായി പെരുകുന്നത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു കാണും ഇനി വയറിന്റെ വിശപ്പല്ല, പിന്നെ യേശുവിന്റെ പുറകെ പോകാനുള്ള വിശപ്പ് അവന് രൂപപ്പെടുന്നതാണ്. ഇത് ശമരിയക്കാരി സ്ത്രീ നമുക്ക് കണ്ടതാണ്. വെള്ളം കോരാൻ വന്നവളോട് യേശു ചോദിക്കുന്നു, എനിക്കൂടെ കുടിക്കാൻ തരാം. അപ്പോൾ അവളെ പറ്റത്തൊന്നുമില്ല, ഞാൻ ഈ യഹൂദനാണ്, ഞാൻ ശമരിയക്കാരി പറ്റുന്നില്ല. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ നിനക്കൊരു വെള്ളം തരാം, അത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും അറിയരുത്. അപ്പൊ ഇവിടെ നിന്ന് കേട്ടിട്ട് അവള് ശമരിയ പട്ടണത്തിൽ ചെന്ന് വിളിച്ച് ഉറക്കെ എല്ലാവരും കേൾക്കാൻ പറയുന്നുണ്ട്, ഞാൻ മശിഹായെ കാണേണ്ടവനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോ ശമരിയക്കാരി സ്ത്രീയുടെ ഭൗതികമായ ദാഹം. അവള് പറഞ്ഞത് എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ അവന് ഭർത്താവല്ല, ഒരുപാട് ദാഹിച്ചതാണ് ഈ പെൺകൊച്ച് പറയുകയാണ്. വെള്ളം കുടിച്ചിട്ടും ദാഹം മാറാത്ത ഈ പെൺകൊച്ച് യേശുവിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അവൾക്ക് ഭൗതികമായ ദാഹമല്ല, പിന്നെ ഇനി തമ്പുരാന്റെ പുറകെ പോകാനുള്ള ദാഹം, ഫിസിക്കൽ ത്രസ്റ്റ്. ഈ ഭൗതികമായ ദാഹം വഴി മാറി അത് യേശുവിനെ അനുഗമിക്കാനുള്ള ദാഹമായി മാറും. 2, ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ വിശപ്പ് വഴി മാറുകയും യേശുവിന്റെ പുറകെ യേശുവിന്റെ ശിഷ്യനാകാൻ ഉള്ള വിശപ്പ് ആരുണ്ടാകുന്നു, ഈ കൊച്ചിനെ ഉണ്ടാകും. ഒടുവിലായി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ വായിക്കുന്നു, അവസാനം വായിക്കുന്നു, നിങ്ങൾ ബാക്കിയുള്ളതൊന്നും കളയാതെ ശേഖരിക്കണം, പിന്നെ 12 കൊട്ട നിറച്ചെടുത്തെന്ന് പറയുന്നത്. 12 കൊട്ട നിറച്ചെടുത്തു. അപ്പൊ ഈ 12 കൊട്ട നിറച്ചെടുത്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? കോമ്പറ്റീഷൻ ചോദ്യം 12 കൊട്ട നിറച്ചെടുത്തു. അപ്പൊ അവരെന്തോ ചെയ്തതാണ്? 12 സംഖ്യ അവിടെ തന്നെ ഉണ്ടല്ലേ. ആരാ? യേശുവിന്റെ ശിഷ്യന്മാർ. അപ്പൊ 12 കൊട്ട നിറച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത യാത്രയിൽ ബേത്സയിദയിൽ നിന്ന് കഫർന്നഹൂമിലോട്ടോ ഗലീലയിലോട്ടോ പോകുമ്പോൾ 12 അപ്പോസ്തലന്മാരുടെ തലയിൽ എന്നാ ഉണ്ട്? ഇതാണ് കൊട്ട അല്ലെ. നിറച്ചെടുത്ത ഭക്ഷണ സാധനങ്ങളും ചുമ്മിക്കൊണ്ട്. അപ്പോ യേശു 2-3 കാര്യങ്ങൾ ബേത്സയിദയിൽ അവരെ പഠിപ്പിക്കുന്നു. നല്ല മനുഷ്യരാകാൻ, ദൈവരാജ്യത്തിന്റെ മനുഷ്യരാകാൻ, ക്രിസ്തു മനുഷ്യരാകാൻ, ക്രിസ്തുവിനെ പോലെയാകാൻ അവൻ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിളമ്പി തിന്നാൻ പോരാ, നിങ്ങൾ വിളമ്പുകാരാവണം.
എന്ന് വെച്ചാൽ വിളമ്പാൻ അവരെ ഏൽപ്പിച്ചു. നമുക്ക് ഈ വിളമ്പി തിന്നാനാണ്, എനിക്ക് ഉൾപ്പെടെ വിളമ്പി തിന്നാനാണ്. ഞാൻ വിളമ്പി തന്നാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ യേശു അവരെ പഠിപ്പിച്ചത് നിങ്ങൾ വിളമ്പി തിന്നവരായി മാറരുത്. അത് മാത്രമല്ല ദൈവരാജ്യത്തിലെ ആളുകളുടെ പ്രത്യേകത വിളമ്പുകാരാവാൻ. അതുകൊണ്ടാണല്ലോ പീറ്ററിന്റെ മുമ്പിൽ കുന്തിച്ചിരുന്ന തോർത്തുമുണ്ട് അരയിൽ മുറുക്കി കുന്തിച്ചിരുന്ന പീറ്ററിന്റെ കാല് കഴിയപ്പോ പീറ്റർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഈ കാലം വരെ ഒരു ഗുരു ശിഷ്യന്റെ കാല് കഴിയിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴിയില്ലെങ്കിൽ ഇനി എന്നോടൊപ്പം ഒരു പണിക്കും നിൽക്കരുത്, ഞാൻ നിന്നെ കഴിയും. അതാണല്ലോ വിളമ്പുകാരാകുക എന്നുള്ളത്. വിളമ്പി തിന്നാൻ താല്പര്യമുള്ള ഒരു കാലത്ത്, വിളമ്പി തിന്നാൻ മാത്രം പത്രാസ് കാണിക്കുന്ന ഒരു കാലത്ത്, വിളമ്പി തിന്നാൻ മാത്രം ആധികാരികത കാണിക്കുന്ന ഒരു കാലത്ത് വേദപുസ്തകം പറയുന്നു, ക്രിസ്തു പറയുന്നു, നിങ്ങൾ വിളമ്പുകാരുമാവണം. പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമൊക്കെ വെച്ചാൽ. ഞാൻ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ജിനേഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ പള്ളിയിലെ സെക്രട്ടറിയാണ്. പക്ഷെ ദുഃഖവെള്ളിയാഴ്ച ഞാനിരുന്ന പള്ളിയിൽ അവിടെ തന്നെയാണ് കഞ്ഞി ഉണ്ടാകുന്നത്. മാന്യന്മാരും ബാക്കി വരുന്ന ടീമുകളെല്ലാം കഞ്ഞി ഒഴിച്ചിട്ട് പാത്രം തള്ളിയിട്ടാണ് പോകും. ജിനേഷ് IT പ്രൊഫഷണലാണ്. അവരെ പിടിച്ച് ഞങ്ങൾ പള്ളി സെക്രട്ടറിയാണ്, ഏത് പള്ളിയാണെന്ന് ഞാൻ പറയും. ഞാൻ ഒരിക്കൽ കാണുന്ന കാഴ്ച, എല്ലാവരും പോയപ്പോൾ ജിനേഷ് പെൺകൊച്ചുങ്ങളെ പോലെ ഒരു കൊരണ്ടിയിട്ട് ഈ കഞ്ഞിപ്പാത്രം മൊത്തം കഴിയുകയാണ്. IT പ്രൊഫഷണലാണ്. കാനഡയിലേക്കാണ്, ഞാൻ കാനഡയിലേക്കാണ് അവരവിടെ നമുക്ക് കഴിയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എന്താണെന്നറിയാമോ? വിളമ്പി തിന്നാൻ മാത്രം തന്റെ ഇടം കാണിക്കുന്ന, വിളമ്പി തിന്നാൻ മാത്രം താല്പര്യമുള്ള ഒരു കാലത്ത് യേശു പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നീ മെടക്കിയാലും കഴുകിയാലും വിളമ്പുകാരായാലും ഒരു പുച്ഛവും ഒരു പരിഹാസവും വിചാരിക്കരുത്. കാരണം അന്ധകാലത്ത് ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചു വിളമ്പുകാരായി മാറണം. വിളമ്പുകാരായ മാത്രം പോരാ, പെറുക്കികളുമാവണം. പെറുക്കികൾ നമ്മൾ പെറുക്കികൾ പറഞ്ഞാൽ ഒരു കാശിന് കൊള്ളാത്തതല്ല, നെഗറ്റീവ് കൊണോട്ടേഷനാണ്. യേശു പറയുന്നു, വിളമ്പുകാരാകുക മാത്രമല്ല, നിങ്ങൾ പെറുക്കികളാവണം. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ബാക്കിയുള്ളത് പെറുക്കിയെടുക്കണം. മാത്രമല്ല, നിങ്ങൾ ചുമട്ടുകാരുമാവണം. എന്തിനു വേണ്ടി? ഇനിയും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ പട്ടിണി പാവങ്ങളുണ്ട്, ഭക്ഷണമില്ലാത്തവരുണ്ട്, പുരയിടമില്ലാത്തവരുണ്ട്, മേൽവിലാസമില്ലാത്തവരുണ്ട്, കരയുന്നവരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്. അവരെ സന്ധിക്കുവാൻ നിങ്ങൾ എന്തായി മാറണം? ചുമട്ടുകാരായി മാറണം. ഞാൻ എന്തൊക്കെ പറഞ്ഞു? വിളമ്പുകാരാവണം, പിന്നെ വിളമ്പുകാരാവണം, പെറുക്കികളാവണം, പിന്നെ ചുമട്ടുകാരാവണം. ഞാൻ ഇവരിത് പൊക്കിയെടുത്തോണ്ട് ഇനി എവിടെ പോകാനാണ്? അപ്പൊ എനിക്ക് മനസ്സിലായി, യേശു കർത്താവ് ചുമക്കാൻ പറഞ്ഞതിന്റെ കാരണം ഇനിയും പോകുന്ന സ്ഥലത്ത് ഭക്ഷണം ആവശ്യമുള്ളവരെ ഉണ്ട്. യേശു വാഴ്ത്തിയതിന്റെ മുകളിലൂടെ ചവിട്ടി നടക്കാൻ അവർക്ക് ആർക്കും അവകാശമില്ലാത്തതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധമാക്കിയത്, ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ അനുഗ്രഹിച്ചത്, നിങ്ങൾക്ക് ആഹാരമായി മാറിയത്, നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയത് അവരുടെ മറ്റുള്ളവരുടെ അനുഗ്രഹമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ചുമക്കണം. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 19 ജില്ലയിൽ ഭക്ഷണമില്ലാത്തവരുണ്ട്. 3 വർഷം മുമ്പ് അത് കണ്ടുപിടിച്ച ഒരാളാണ് ഞാൻ കാടിൽ വന്നതിന് ശേഷം ഞങ്ങൾ കേട്ടു 19 ജില്ലയിൽ ആദിവാസി സമൂഹമാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റി ഒന്നും മനസ്സിലാക്കി. അതെവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ പെരുന്നാട് കഴിഞ്ഞ് റാന്നി പഞ്ചായത്ത്, റാന്നിക്ക് ശേഷം പെരുന്നാട്, ലാഹ, പമ്പയ്ക്ക് പോകുന്ന വഴി, ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ നിങ്ങൾ സ്കൂട്ടറിലോ കാറിലോ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവരെ കാണാൻ പറ്റും. മലമ്പണ്ടാരെന്നാണ് അവരുടെ പേര്. അവർ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവർ താമസിക്കുന്ന, നമ്മുടെ പണ്ട് പെര ചോരാതിരിക്കാനിരുന്ന ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുന്ന ആളുകളെ ഞങ്ങൾ 3 വർഷമായിട്ട് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ അവർക്ക് സ്ഥിരമായി ആഹാരം എത്തിക്കുന്നു. മെത്രാപൊലീത്തത്തിന് വേണ്ടി അഭയം പ്രോജക്റ്റിൻ്റെ ഇപ്പോൾ 5 വീട് ഞങ്ങൾ അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ 5 വീട് തീരും. അങ്ങനെ 2-3 വർഷമായിട്ട് അവരോടൊപ്പം നടക്കണം. ആ പ്രോജക്റ്റിൻ്റെ പേര് ഒപ്പം ഒന്നാണ്. അപ്പോൾ ഇത് തുടങ്ങാനൊക്കെ ഒരു കാരണമാണ്. ഞങ്ങൾ കാടിൻ്റെ ഒരു സംഘമായിട്ട് ഈ ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആഗ്രഹം, 19 ജില്ല ഒരു NRI ഹബ്ബാണ്. ഒരുപാട് ആളുകൾ വിദേശത്തുള്ള, പ്രത്യേകിച്ച് തിരുവല്ല, കോഴഞ്ചേരി, നമ്മുടെ ഈ മേഖലകളെല്ലാം തന്നെ NRI ഹബ്ബാണ്. നമ്മുടെ ഈ നാട്ടിൽ ഭക്ഷണമില്ലാത്തവരുണ്ട് എന്ന് ആളുകൾ കിട്ടിയപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പകുതി കീറിയ നിക്കറും ഇട്ടുകൊണ്ട് ദാമു എന്ന് പറഞ്ഞൊരു കൊച്ച്,
4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനൊരു പച്ചച്ചക്കച്ചോട് തിന്നോണ്ട് നടക്കില്ല. അപ്പം ഞാൻ താമസം വിളിച്ചു. അവനെ കണ്ട 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവും. അവനെ കണ്ട 1ാം ക്ലാസ്സിൽ അത്രയും പോലും ലുക്കില്ല. കാരണം ഭക്ഷണമൊക്കെ കഴിക്കാതെ ക്ഷീണിച്ച് മെല്ലിച്ചു പോയ കുറച്ച്. അപ്പം ഞാൻ അവനോട് ചെന്നു, അമ്മ ചോറൊന്നും ഉണ്ടാക്കിയില്ല. അവൻ പറഞ്ഞു ഇല്ല ചോറ്. അപ്പോൾ ഇവർക്ക് റേഷൻ അരി കിട്ടുന്നുണ്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ അരി പുഴുങ്ങി ഉപ്പ് ഒഴിച്ച് കഴിക്കുന്നവരാണ് അവർ കൂടുതൽ. ഇവർക്ക് അതേ ഉള്ളൂ, കൂട്ടാനൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു വെച്ചാൽ സൈഡ് ഡിഷില്ല, കൂട്ടാനില്ല, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, റേഷൻ നിങ്ങൾക്ക് കടലയും പഴമൊക്കെ കിട്ടത്തില്ലയോ? അത് അമ്മ തോരനൊന്നും വെച്ചില്ല. തോരൻ എൻ്റെ അടുത്ത് വെക്കാൻ അവിടെ നിന്ന് വെക്കാനൊന്നും സംവിധാനമില്ല. ഒരു ടാർപോളിൻ ഷീറ്റ് എഴുതി എങ്ങനെ ഫുഡ് കുക്ക് ചെയ്യാൻ. അപ്പോൾ അവൻ പറഞ്ഞു കടലയും പയറൊക്കെ കിട്ടും അച്ചോ, പക്ഷേ അത് 3-4 ദിവസം കഴിയുമ്പോൾ വയറ് മേലാതെ ഭയങ്കര വയറ്റ് വേദന. അപ്പം ഞാൻ ഓർത്തു ഇതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ കാറയിലോട്ട് കയറാൻ ഇവൻ എൻ്റെ പുറകെയാണ്. ഞാനോട് ഇവൻ പറയാനില്ല, ഇവനെ ജസ്റ്റ് ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോയത്. അവൻ തിരിച്ചു എന്നോട് ചർച്ച പോവാണ്. ഞാൻ പോവാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ, ഞങ്ങൾ ഇനിയും വരാം എന്നൊക്കെ പറഞ്ഞു. അവൻ അടുത്ത ചോദ്യം, ഫാദർ ഈ വഴി വരുന്നു. ആ ചോദ്യം ചെറിയ പിച്ചാത്തി കുത്തുന്ന പോലെ ചെയ്തു. എൻ്റെ ചിന്തക്കാരൻ, എൻ്റെ മൂക്കിന് താഴെ എൻ്റെ അയൽവക്കക്കാരൻ ദാവു എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ എൻ്റെ കഥയും കേട്ട്, എൻ്റെ വിശപ്പിന്റെ കഥയും കേട്ട്, എൻ്റെ സങ്കടവും കേട്ട് ആ വഴിക്ക് പോവാണോ അതോ ഇനി ഈ വഴി വരുമോ? ദാമുവിന്റെ ആ ചോദ്യത്തിന് മുമ്പ് ഞങ്ങൾ തുടങ്ങിയ പ്രോജക്റ്റാണ് ഇപ്പം. ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു, പറ്റുവാണെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു, അവരെ കുഞ്ഞുങ്ങളുടെ വർക്ക് ചെയ്യുന്നു. അന്ന് ഇത് എന്നോടൊപ്പം കേട്ടൊരു സുസമാമയാണ്, നമ്മുടെ അച്ഛൻ്റെ അമ്മായിമ്മയാണ്. സുസമാമ എന്നോടൊപ്പം ഇത് കേട്ടു. സുസമാമ ശരീരക്കാരിയാണ്. ഇപ്പൊ ഞാൻ ചെല്ലുന്ന എല്ലാ സമയങ്ങളിലും ചിറ്റാറുകാരി സുസമാമ 3-4 മണിക്കൂർ ഇടവിട്ടാണ് ബസ് പോകുന്നത്. പമ്പയ്ക്ക് പോകുന്ന ബസ് കയറി ഈ ചങ്ങനാശ്ശേരി പോയി 40 രൂപയ്ക്ക് മീറ്ററിന് കോറത്തുണി എടുക്കും. കൂറയല്ല, കോറത്തുണി സഞ്ചി തയ്ക്കണം. കോറത്തുണി ഈ അമ്മാമ്മ ചെയ്യുന്ന പണി നോക്കണം. ഈ അമ്മാമ്മ ചങ്ങനാശ്ശേരി പോയി 10-20 മീറ്റർ കോറത്തുണി എടുത്ത് ഈ ആദിവാസി ഗ്രാമങ്ങളിലെല്ലാം കയറി ഈ ടാർപോളിൻ ഷീറ്റിനടിയിൽ ചുട്ടുകൊള്ളും. അതിനടിയിൽ നിന്ന് എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് നടുന്ന മിഷനൊക്കെ ഇട്ട് അമ്മാമ്മയെ അവരെ തയ്യൽ പഠിപ്പിക്കുകയാണ്. മൊത്തമാസക്കാരിയാണ്. നമുക്ക് 2 ചലഞ്ചുണ്ട്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പ്രതീക്ഷിച്ചതിനായിട്ട് ആലോചിച്ചൊരു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് അവിടെ പോകാം. വേറെ ഇവിടുന്ന് ഒരു സൂസമാമ ഉണ്ടാകും. സൂസമാമ ചിറ്റാറിൽ നിന്ന് ബസ് കയറി 3 മണിക്കൂർ ഇടവിട്ട് വരുന്ന ബസ്സിൽ മാത്രം കയറി അവിടെ ചെന്ന് ആനയും പുലിയും ഒക്കെ ഉള്ള ഈ നാട്ടിൽ ഈ താമസിക്കുന്ന മനുഷ്യരോടൊപ്പം നിന്ന് അവരെ തയ്യൽ പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ജോലികൾ പഠിപ്പിച്ച് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ കൈപിടിച്ച് ജീവിതം ഇങ്ങനെ തുന്നിച്ചേർക്കുന്ന വീരിങ് നമ്മൾ അർത്ഥം. അപ്പൊ അമ്മാമ ഈ ഞങ്ങളുടെ ആദിവാസി ഗ്രാമത്തിലെ ഓമനയോടൊപ്പം ഇരുന്ന് മിഷനെ ചവിട്ടി സഞ്ചി തയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, അമ്മാമ്മ തുണി സഞ്ചി തയ്ക്കുക മാത്രമല്ലല്ലോ, ജീവിതം ഇങ്ങനെ തുന്നിപ്പിടിപ്പിക്കുകയാണല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലേ? നമ്മളൊക്കെ വിചാരിച്ചാൽ ചിലരെയൊക്കെ ജീവിതം തുന്നിപ്പിടിപ്പിക്കാൻ പറ്റുമോ? യേശു പറയുന്നു, നിങ്ങൾ ചുമക്ക, നിങ്ങൾ പെറുകികളാകും, നിങ്ങൾ വിളമ്പുകാരാകും. എന്തിനു വേണ്ടി? നമ്മുടെ ചുറ്റുമുള്ള കുറെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ തുന്നിച്ചേർക്കുന്ന, അവരുടെ ജീവിതത്തെ ഇഴചേർത്ത് ബന്ധിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിന് സ്വാദ് കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിന് ഇമ്പം പകരുന്ന, അവരുടെ ജീവിതത്തിന് ഒരു താളം കൊടുക്കുന്ന ചില ജീവിതങ്ങളായി മാറാൻ പറ്റുമോ? ഒരു കൺവെൻഷന്റെ സമാപനം അല്ലെങ്കിൽ കൺവെൻഷന്റെ യോഗത്തോളം ആലോചിക്കേണ്ടതാണ്. പുണ്യവാളന്മാരാകാൻ പറ്റുമോ എന്നുള്ളതാണ്. യേശുവിനോടൊപ്പം കൂടെ നല്ല മനുഷ്യരാകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ നാം വായിക്കുന്നു, ദാവു ചോദിച്ച ചോദ്യത്തിന് മറുപടിയോട് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയുന്നു, അവർ ചുമ്മിയത് വേസ്റ്റ് കളയാൻ വേണ്ടി ചുമ്മിയതല്ല, പിന്നെ ദാവുവിന് കൊടുക്കാനൂടെ ചുമ്മിയതാണ്. നമുക്കും ചുമ്മണം, നമുക്കും വിളമ്പണം, നമുക്കും പെറുകികളാവണം, നമുക്കും വിളമ്പുകാരാവണം. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിൽ കൂടെ നല്ല മനുഷ്യരാകാൻ. ഈ കൺവെൻഷൻ നമുക്കും എനിക്കും ഒരുപോലെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം പ്രതീക്ഷിച്ചോളം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും